കടലിൽ ചേരലല്ല പുഴയുടെ ദൗത്യം. ആ ദൗത്യം എന്താണെന്ന് കഴിഞ്ഞ വർഷം അന്തരിച്ച ജയചന്ദ്രന്റെ ഒരു പാട്ടിലൂടെ അതിമനോഹരമായി പറഞ്ഞിരുന്നു. പുഴയ്ക്ക് മറ്റൊരു പര്യായമാണ് കല്ലോലി. കല്ലോലം എന്ന് പറഞ്ഞ അലകൾ ഉണ്ടാക്കുന്നവൾ കല്ലോലി. കല്ലോലിനി വന കല്ലോലിനി നിന്തീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ. കടലിൽ എത്തുന്നത് വരെ തന്റെ തീരത്ത് ഒരു ചെറിയ കാട്ടാറായി പുറപ്പെടുന്നത് മുതൽ അതിന്റെ തീരത്ത് ഒരുപാട് പക്ഷിമൃഗാദികളും സസ്യലതാദികളും അതിനെ താരാട്ടുപാടി ഉറക്കുക എന്ന ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കാൻ ആ പുഴ ചലിച്ചുകൊണ്ടിരിക്കണം. പുഴയുടെ മഹത്വം അത് ചലനാത്മകമാണ്. കുളം കെട്ടിക്കിടക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ല. നമ്മളെ ശുദ്ധീകരിക്കാൻ എന്താ മാർഗം? ശരീരത്തെ ശുദ്ധീകരിക്കാനും മനസ്സിനെ ശുദ്ധീകരിക്കാനും ചലിച്ചുകൊണ്ടിരിക്കുക. ശരീരവും മനസ്സും ചലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രായമായ മനുഷ്യര് എന്തെങ്കിലും എവിടെയും പോകണമെന്ന് പറയുമ്പോ, അല്ലെ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോ, പ്രായ ആളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന വീട്ടുകാരെ പറ്റി മോശമായിട്ടല്ലേ നമ്മുടെ സങ്കല്പം? തെറ്റാണത്. പ്രായമായ മനുഷ്യർ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ആധുനിക സംസ്കാരം നമ്മുടെ ചെറുപ്പക്കാരോടടക്കം പറയാം, ഒന്നും ചെയ്യണ്ട, നീ 5 സ്റ്റാർ മുട്ടായി തിന്നുന്നതാണ്. 5 സ്റ്റാർ മുട്ടായി ഒരു പരസ്യമാണ്. ഒരു പയ്യൻ ഇങ്ങനെ തിന്നോണ്ടിരിക്കുമ്പോ ഒരു വല്യമ്മ അവനെ എന്തോ സാധനം റോഡിലേക്ക് ഇവൻ ഇത് തിന്നുമ്പോ ആ എടുത്തു കൊടുത്തില്ല. വല്യമ്മ തന്നെ എഴുന്നേറ്റ് എടുക്കുമ്പോ മേൽക്കൂര, ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂര താഴെ ഇവൻ എടുത്തു കൊടുത്തിരുന്നെങ്കിൽ വല്യമ്മ അതിന്റെ അടിപ്പെട്ട് മരിച്ചു. എടുത്തു കൊടുക്കാത്തോണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് വല്യമ്മ ആ പയ്യനോട് പറയാ, താങ്ക് യു മോനെ, ഒന്നും ചെയ്യാത്തതില്ല. ഇത് വലിയൊരു ഭീകരതയാണ്. നമ്മുടെ യുവാക്കളോട് പറയാ, നീ ഒന്നും ചെയ്യണ്ട. കുഞ്ഞിന്റെ മാഷ് ഒരു കവിതയിൽ, കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട് കാടെടുത്ത് കമഴ്ത്തി വെച്ച് തലയെടുത്ത് വയറ്റിൽ തിരികി നാവെടുത്ത് പുറത്തിട്ട് നാടെല്ലാം നടക്കുന്നതവനവനവനോ നാടെല്ലാം നടക്കുന്നതിവനിവനിവനോ. കണ്ണ് കുപ്പായ കീശയിൽ, കീശയിൽ പൈസ ഉണ്ടോന്ന് മാത്രം നോട്ടം. മനസ്സിലായോ? കീശയില് പടക്കെടുക്കുന്നു, കാത് കമഴ്ത്തി വെക്കുന്നു. ലോകത്ത് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ വീട്ടിലല്ലല്ലോ. ഉക്രൈനിൽ യുദ്ധമുണ്ട്, എന്റെ വീട്ടിലല്ലല്ലോ. ഗാസയിൽ പട്ടിണി മരണമുണ്ട്, എന്റെ വീട്ടിലല്ലല്ലോ. മണിപ്പൂരിൽ കലാപമുണ്ട്, എന്റെ വീട്ടിലല്ലല്ലോ. കാത് കമഴ്ത്തി വെച്ച് തല വയറ്റിൽ തിരികുന്നു. ഉച്ചക്കത്തെ കഴിഞ്ഞു, ഇനി രാത്രിയല്ല. തിന്നണ്ട. പുതിയ ബൈക്ക് എടുക്കുന്നു, പുതിയ ഹോട്ടലുകളിലേക്ക്, പുതിയ പുതിയ ഭക്ഷണം. നമ്മളറിയോ, കോവിഡാനന്തര കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തുറന്നത് ഹോട്ടലുകളാണ്. പുതിയ പുതിയ ഭക്ഷണങ്ങൾ, എന്തെല്ലാം ഭക്ഷണങ്ങളാണ്. നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ച ഒരു പേരേ ഉള്ളൂ, ശവം അല്ലെ മയ്യത്ത്. കോഴിന്റെ ഒരു ഭാഗ്യമുണ്ട്, മരിക്കുന്നവരെ കോഴിന്നേ പേര്. മരിച്ച 28 പേര്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ 18, 28 പേരുണ്ട് കോഴി. ഇത് മുഴുവൻ കുട്ടികളെ തല ചിന്ത ഭക്ഷണ സാധനം നാവെടുത്ത് പുറത്തിടുന്നു. എവനോട് എന്തൊക്കെ പറഞ്ഞു നോക്കും. ഏതായിരിക്കും ആർഗ്യുമെന്റ് എന്നറിയോ? അങ്ങനെ നടക്കുന്ന ഒരു തലമുറ. അനങ്ങാതിരിക്കുക, ചലനമാണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന മതം. ഈ പ്രപഞ്ചത്തിന് ഒരു മതമുണ്ടെങ്കിൽ ആ മതം എന്താ? ചലനമാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നില്ലായിരുന്നുവെങ്കിൽ, ചലിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ജീവൻ ഉണ്ടാവും.